അപ്പോൾ ഇത് ഞങ്ങൾ ഈ അണിഞ്ഞൊരുങ്ങി പോകുന്നത് എവിടേക്കാണെന്നല്ലേ, ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ. പരിയാനമ്പറ്റ പൂരെന്ന് കേട്ട തലേ ദിവസം തൊട്ട് ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടാവും. ഞാനും അമ്മയും അച്ഛമ്മയും മേമ്മമാരും എല്ലാവരും റെഡിയായിട്ട് പോവുകയാണ് കേട്ടോ. വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അമ്മയുടെ വീട്ടിലെത്തിയിട്ടോ. തിരക്ക് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളൊരു 3 മണി സമയത്താണ് കേട്ടോ ഇറങ്ങിയത്. അതുകൊണ്ട് കഷ്ടിച്ച് ബ്ലോക്കിലൊന്നും പെടാതെ രക്ഷപ്പെട്ടു. ഓണത്തിൻ്റെ ഇടയിൽ പുട്ട് കച്ചവടം പോലെ ഒരു ചക്ക കിട്ടിയപ്പോൾ നമ്മളെല്ലാവരും അതിൻ്റെ പിന്നാലെയായിരുന്നു കേട്ടോ. അങ്ങനെ അതേ ചക്കയൊക്കെ കഴിച്ചു. നമ്മുടെ കിച്ചണിൽ ഇതാ കുക്കിംഗ് പരിപാടിയൊക്കെ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതേ നമ്മൾ തിരക്ക് കൂടുന്നതിന് മുന്നേ നമ്മൾ അമ്പലത്തിൽ തൊഴുകാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും മേമ്മമാരും കുട്ടികളും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ഇതേ ആനയെ കാണുമ്പോൾ 2 കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കേണ്ട അവസ്ഥയാണല്ലോ. അതുകൊണ്ട് നമ്മൾ ആനയൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പൂരത്തിന് ഒരുവിധം എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളെയും മുതിർന്നവരെയൊക്കെ കണ്ടഞ്ചിപ്പിക്കുന്ന ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടായിരുന്നു. ഒരു സാധനം ഞങ്ങൾ വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാം നിന്ന് കണ്ട് ആസ്വദിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. തിരക്കായതുകൊണ്ട് നമ്മൾ പുറത്ത് നിന്ന് തൊഴുതിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. പിന്നെ ഇതേ നമ്മൾ പോരുമ്പോൾ കുട്ടികളിലൊക്കെ കണ്ട് ഇങ്ങോട്ടായിരുന്നു. അത് പിന്നെ പൂരം എവിടെയുണ്ടോ അവിടെ പിന്നെ ഇത്തരം വിനോദങ്ങൾ നിർബന്ധമാണല്ലോ. ഇതിന് പിന്നെ ഇതൊക്കെ അത്യാവശ്യം പേടിയുള്ളതുകൊണ്ട് ഇതിലൊന്നും കയറാൻ വാശി പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് കണ്ടിട്ട് ഞാനും അമ്മയും പോന്നിട്ടുണ്ടായിരുന്നു. മേമ്മമാരൊക്കെ യന്ത്രൂഞ്ഞാൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അമ്മയ്ക്കൊക്കെ ചെറിയൊരു പേടിയുള്ളതുകൊണ്ട് ഞങ്ങളൊരു ബലൂണൊക്കെ മേടിച്ച് വീട്ടിലേക്ക് പോന്നു. പിന്നെ അതേ വീട്ടിലെത്തി അച്ഛമ്മേനൊക്കെ കാണിച്ചു കൊടുത്തു. 2 മിനിറ്റ് ശേഷം അതിൻ്റെ ലൈറ്റ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ അതേ നമ്മൾ ഫുഡിങ് പരിപാടിയായിരുന്നു. ഗസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ നമ്മൾ ഏട്ടൻ വന്നപ്പോൾ തൊട്ടടുത്തേക്ക് ഗാനമേള കാണാൻ പോയിട്ടുണ്ടായിരുന്നു. നല്ല ഉഷാറ് ഗാനമേളയായിരുന്നു കേട്ടോ. അപ്പോൾ സമയം 10-11 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ഫിദപ്പിനിതേ ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ 2 പരിപാടികളും നടക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കുറച്ച് നേരം നിന്ന് കണ്ട് ആസ്വദിച്ച് വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് ഫിദപ്പനൊക്കെ ഉറക്കി ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ കാളവേല തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് 12 മണിക്ക് ശേഷമാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സാധാരണ ഇത്രയും ലേറ്റ് ആവാറുണ്ടായിരുന്നില്ല കേട്ടോ. കാഴ്ച എന്നെ വല്ലാതെ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഫോണിൽ ഒരുവിധം എല്ലാ വീഡിയോസും പകർത്താൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാളകൾ ഇതേ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ.
അങ്ങനെ ദേ എല്ലാ കാളുകളും എത്തിയപ്പോഴേക്ക് സമയം 2:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ പോയി. അപ്പം ഇനി നാളെ പൂരത്തിൻ്റെ വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.